അതിനുവേണ്ടി നമുക്ക് ദ ബുക്ക് ഓഫ് പ്രോവേർബ്സ് ചാപ്റ്റർ 12 വേർഡ്സ് 14 സദൃശവാക്യങ്ങൾ 12:14. ഞാൻ ഈ കഴിഞ്ഞ ഒരു വർഷം 2025 ദൈവം എന്നെ ശക്തമായി പഠിപ്പിച്ച ഒരു വലിയൊരു സത്യമുണ്ട്. നമ്മൾ ഓരോ ദിവസങ്ങളിൽ കഴിയുമ്പോഴാണ് നമ്മൾ ഓരോരോ റെവലേഷൻസ് വിൽ സ്റ്റാർട്ട് ടു അണ്ടർസ്റ്റാൻഡ് ഈച്ച് റെവലേഷൻസ് ഫ്രം ദ ബൈബിൾ, റൈറ്റ്? സോ മെനി തിങ്സ് ദാറ്റ് ഐ സ്റ്റഡി ഈസ് ഫ്രം മൈ എക്സ്പീരിയൻസസ്, ലൈക്ക് ദ ലൈഫ് ടെസ്റ്റിമണീസ് ദാറ്റ് ഗാഡ് സെൻഡ് മീ ത്രൂ. സോ 2024 was a year where God took me through a process of teaching me the depth of the word of God through one of my experience. That was I was carrying my third baby and I was going through a hard time. So I have shared my testimony in the YouTubes and all. Many of them have heard it, but in a short form I have studied the word that our tongue has power. നമ്മുടെ നാവിന് ഭയങ്കര ശക്തിയാണ്. സോ ഞാനത് പണ്ടൊക്കെ കേട്ടിട്ടുണ്ട്, നാവിന് ഭയങ്കര ശക്തിയെന്ന്. പക്ഷേ ഐ ഹാവ് എക്സ്പീരിയൻസ്ഡ് ഇറ്റ്. ഗാഡ് ഹാവ് സെൻഡ് മീ ത്രൂ എ പ്രോസസ് ടു ടീച്ച് മീ ഹൗ മച്ച് പവർ ദാറ്റ് അവർ ടങ് ഹാസ്. നമ്മൾ വാ തുറന്ന് പറയുന്ന കാര്യത്തിന് ഭയങ്കര ശക്തിയാണ്. സോ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തേക്കിന് ഈ 2026 കാൽവറിയിലുള്ള എല്ലാ ദൈവമക്കളോടും എന്നെ ലൈവ് കേട്ടുകൊണ്ടിരിക്കുന്നവരോടും പറയുന്നത്, ശരിക്കും നമ്മുടെ ജീവിതത്തിലെ സിറ്റുവേഷൻസിനെ മാറ്റിമറിക്കാൻ നമ്മുടെ നാവിന് കഴിയും. എനി സിറ്റുവേഷൻ ദാറ്റ് യു ഗോ ത്രൂ, you know who has the power and the authority? You can change your situations. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കാം. ഇവിടെ പറയുന്ന തൻ്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിച്ച് തൃപ്തനാകും. ഹൗ മെനി ഓഫ് യു ആർ സാറ്റിസ്ഫൈഡ് അബൌട്ട് യുവർ ലൈഫ്? എല്ലാവരുടെയും പറയും ഹൗ ആർ യു ഡൂയിങ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഐ എം ഡൂയിങ് ഗുഡ്. ശരിക്കും നിങ്ങൾ സംതൃപ്തി ഉള്ളവരാണോ? ആർ യു റിയലി സാറ്റിസ്ഫൈഡ് ഇൻ യുവർ ഫാമിലി ലൈഫ്? ഈ രണ്ട് രീതിയിലുള്ള സന്തോഷമുണ്ട്. കല്യാണം കഴിച്ചു എന്നുള്ളൊരു സന്തോഷം, ഓ ഐ ഗോട്ട് മാരീഡ്, ഇനി ആരുടെയും ചോദ്യമൊന്നും കേൾക്കണ്ട. കുഞ്ഞുങ്ങളായി കഴിയുമ്പം സന്തോഷം. പക്ഷേ ഞാൻ ചോദിക്കുന്നത് സംതൃപ്തി ഈസ് ഡിഫറെൻറ്റ്, സാറ്റിസ്ഫാക്ഷൻ ഇസ് ഡിഫറെൻറ്റ്. ശരിക്കും നമ്മുടെ ഹസ്ബൻഡിനെ വൈഫിനെ നോക്കി ആർ യു സാറ്റിസ്ഫൈഡ് എന്ന് ചോദിച്ചാൽ 99% പേര് പറയും ചെറിയ കൂടെ ഒന്ന് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിരുന്നത് നല്ലതായിരുന്നു. ഐ ബി സാറ്റിസ്ഫൈഡ് ഇഫ് ഐ ഗെറ്റ് സംബഡി എൽസ്. അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾ നന്നായിട്ടൊന്ന് അനുസരിച്ചിരുന്നെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പക്ഷേ ഇവിടെ പറയുന്നത് ദാറ്റ് സാറ്റിസ്ഫാക്ഷൻ യു ഗെറ്റ് ഇറ്റ് കംസ് ഫ്രം യുവർ മൗത്ത്. ഐ ഡിഡ്ന്റ് നോ ദാറ്റ്. പക്ഷേ വെൻ ഐ വെൻറ്റ് ടു ദ ഡെപ്ത് ഓഫ് ദ വേർഡ് ഓഫ് ഗാഡ് ഇറ്റ്സ് റിയലി റിട്ടൺ ദെയർ. എനിക്ക് ഈ ആംപ്ലിഫൈഡ് ബൈബിളിലെ വേർഡ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഐ വിൽ റീഡ് ഇറ്റ് ഇൻ ഇംഗ്ലീഷ്. ഫ്രം ദ ഫ്രൂട്ട് ഓഫ് ഹിസ് വേർഡ്സ് എ മാൻ ഷാൽ ബി സാറ്റിസ്ഫൈഡ് വിത്ത് ഗുഡ്. സോ ഐ ക്യാൻ ഡിസൈഡ് വാട്ട് ടു ചൂസ്. സോ പ്രോവേർബ്സ് 18:21 പറയുന്നൊരു കാര്യമുണ്ട്, മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. അത് കഴിഞ്ഞ് പറയുന്നൊരു വാക്യമുണ്ട്, എന്താണെന്നറിയാമോ? അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും. സോ ദർ ഇസ് 2 ഓപ്ഷൻസ്. ജീവനുണ്ട്, മരണമുണ്ട്. അതിൽ ഇഷ്ടപ്പെടണം. ഏതിൽ? യു ക്യാൻ ചൂസ്. യു വാണ്ട് ലൈഫ് ഓർ ഡെത്ത്. സോ നമ്മൾ ഓർക്ക് ലൈഫ് വേണം എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യണം. യു ഹാവ് ടു ഡിസൈഡ്. So the like conclusion of the message, like if I want to conclude in one word, any situation that you're facing right now in your studies, regarding your future, regarding your children, regarding your family life or your ministry, from today the simple thing that you can do is like get up in the morning, pray, read the Bible, and you start prophesying towards yourself. I started doing that. ഞാൻ എൻ്റെ ജീവിതത്തെ നോക്കി, എൻ്റെ സിറ്റുവേഷൻസിനെ നോക്കി പ്രവചിക്കാൻ തുടങ്ങി. അതായത് പോസിറ്റീവായത് പറയാൻ തുടങ്ങി. വെൻ ദർ ഇസ് ഐ എം നോട്ട് സീയിങ് എനി ഹോപ്പ്, ഒരു ചാൻസും കാണാത്തപ്പോൾ വിശ്വാസം പറയാൻ തുടങ്ങിയപ്പോൾ അതെൻ്റെ ലൈഫിൽ ഇങ്ങനെ നടക്കുന്നത് ഞാൻ ജീവിതത്തിൽ കാണാൻ തുടങ്ങി. അങ്ങനെ ജീവിതത്തിൽ ചെയ്ത കുറച്ച് പേരെ ഞാൻ നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് പരിചയപ്പെടുത്തി തരാം. അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾ അബ്രഹാമാണ്. അബ്രഹാം വിശ്വാസികളുടെ പിതാവെന്ന് വിളിക്കപ്പെടാൻ കാരണം തന്നെ he had faith in God, but he started proclaiming the faith through his mouth. അതിൽ ഏറ്റവും വലിയൊരു വചനം ഞാൻ പറയുന്നത് നമുക്കെല്ലാം അറിയാം. അബ്രഹാം ഇസാക്കിനെ യാഗം കഴിക്കാൻ കൊണ്ടുപോയ കാര്യമാണ്. ജനസിസ് 22 പറയുന്നുണ്ട്, യാഗം കഴിക്കാൻ കൊണ്ടുപോകുമ്പോൾ ബാല്യക്കാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? നിങ്ങളിവിടെ നിൽപ്പീൻ, ഞാനും എൻ്റെ ബാലനും അവിടത്തോളം പോയി യാഗം കഴിച്ച് മടങ്ങി വരാം. വി വിൽ ഗോ there, വിൽ കം ബാക്ക് എന്നാ, ഞാൻ വരാമെന്നല്ല. ഞാൻ ചോദിക്കട്ടെ, ഞാനിപ്പോൾ അബ്രഹാമിനോട് ചോദിക്കാം, അബ്രഹാമേ എന്തുറപ്പിലാണ് പറയുന്നത്? അബ്രഹാമേ നീ ഇത് പറയുന്നത് തിരിച്ചു വരുമെന്ന് ദൈവം പറഞ്ഞില്ലല്ലോ, നിനക്ക് വല്ല ക്ലൂ തന്നോ ഇന്നലെ രാത്രി? ഐ തിങ്ക് ദ ലാസ്റ്റ് ടൈം എബ്രഹാം ഹേർഡ് ഗോഡ്സ് വോയിസ് വാസ് നീ നിൻ്റെ ഏകജാതനായ മകനെ യാഗം കഴിക്കണമെന്ന് പറഞ്ഞ ആ പോയിന്റ്. അത് കഴിഞ്ഞ് ദൈവം സൈലൻ്റാണ്.
നമ്മുടെ ജീവിതത്തിൽ ചില സൈലൻസ് പീരീഡ് ഉണ്ടല്ലേ. ഇന്ന സ്ഥലത്ത് പോകണം, യാഗം കഴിക്കണം. അത് കഴിഞ്ഞിട്ട് അബ്രഹാം ചോദിക്കും, എന്തെങ്കിലും ഒരു ക്ലൂ തരാം, അവിടെ എന്താ നടക്കാൻ പോകുന്നത്, എന്തെങ്കിലും ഒരു കരുതൽ അവിടെ കാണുമോ? ഇങ്ങനെയൊക്കെ ചിലപ്പോൾ അബ്രഹാമിന് ചിന്ത കാണാം. അബ്രഹാം ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, പക്ഷേ ഹീ സൈലൻറ്റ്. മെനി ടൈംസ് ഞാൻ പറയുന്നൊരു എക്സാമ്പിൾ ഉണ്ട്. ദൈവം ചില ടെസ്റ്റിൽ കൂടെ കടത്തി വിട്ടിട്ട് ഗാഡ് വിൽ ബി സൈലൻറ്റ്. യു നോ വൈ? നിങ്ങൾ എല്ലാവരും എക്സാംസ് എഴുതുന്നുള്ളതല്ലേ? വെൻ യു റൈറ്റ് യുവർ എക്സാംസ്, ഡസ് യുവർ ടീച്ചർ സ്പീക്സ് ടു യു ഡ്യൂറിങ് ദാറ്റ് എക്സാം ടൈം? എക്സാം ഇൻവിജിലേറ്ററൊക്കെ ആയിട്ട് ഞാൻ പോയിട്ടുണ്ട്. എനിക്കറിയാവുന്ന സ്റ്റുഡൻസ് ഉണ്ട്. ഞാൻ പഠിപ്പിച്ച സബ്ജക്റ്റ് ആണെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻസ് എഴുതിയിട്ട് ഞാൻ പഠിപ്പിച്ച ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നാലുണ്ടല്ലോ, ഞാൻ അവരുടെ അടുത്തൂടെ നടക്കും. ഇവർക്കൊരു നോട്ടമുണ്ട്, എന്തെങ്കിലും ക്ലൂ കിട്ടുമോ എന്ന്. നമ്മൾ മിണ്ടത്തില്ല, നമുക്കറിയാമെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. ബിക്കോസ് പറഞ്ഞു കൊടുക്കേണ്ട ടൈം കഴിഞ്ഞു, പറഞ്ഞ് പഠിപ്പിക്കേണ്ടതെല്ലാം പഠിപ്പിച്ചു. നൗ യു ഹാവ് ടു ഗോ ത്രൂ ദ ടെസ്റ്റ് വെയർ നമ്മൾ എന്താ പറയുക, ഒത്തിരി ക്ലോസ് ആയിരിക്കും പിള്ളേരുമായിട്ട്. ബട്ട് വി വിൽ ബി സൈലൻറ്റ്. ബിക്കോസ് ഈ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ പെർഫോമൻസ് ചെയ്യേണ്ട സമയമാണ്, പറഞ്ഞത് ചെയ്യേണ്ട സമയം. സെയിം വേ അബ്രഹാമിനോട് ദൈവം ടെസ്റ്റ് കൊടുത്തിട്ട് പറഞ്ഞു, ഇത്രയേ ഉള്ളൂ, അവിടെ പോണ യാഗം കഴിക്കണമെന്നാണ് പറഞ്ഞത്. നീ അവിടെ പോയി യാഗം കഴിക്കുന്ന സമയത്ത് ഞാൻ കരുതാമെന്നല്ല പറഞ്ഞത്, യാഗം കഴിക്കണം. സോ അബ്രഹാം കടന്നു പോകുന്ന ആ ടെൻഷൻ ഒന്ന് ഓർക്കണം. പക്ഷേ അബ്രഹാമെ, നീ എന്തിനാണ് ഇത്ര ഉറപ്പ് പറഞ്ഞത്? അബ്രഹാം പറയുന്നൊരു കാര്യമുണ്ട്. ഇതിനു മുമ്പ് ഞാൻ കേട്ടൊരു വാക്തത്വമുണ്ട്. ഞാൻ നിനക്കൊരു വാക്തത്വ സന്തതിയെ തരും, അവനൊരു വലിയ ജാതിയാവും, നീ ജാതി ആകൂ എന്നാണ് പറഞ്ഞത്. അപ്പം ഈ മകൻ ജീവിച്ചിരിക്കാത്തടത്തോളം അത് നടക്കൂ. സോ ഓൾറെഡി ഹി ഗോട്ട് എ പ്രൊഫസി, പ്രോമിസ്. നിങ്ങൾക്കൊക്കെ വാക്തത്വം ദൈവം തന്നിട്ടുണ്ട്. നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ തലമുറകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യു ഓൾറെഡി ഹാവ് ഇറ്റ്. പക്ഷെ നമ്മുടെ ഉള്ളിൽ പലപ്പോഴും ഡൗട്ട് വരുമ്പോൾ സംഭവിക്കുന്നുണ്ടെന്നറിയോ? യു സ്പീക്ക് നെഗറ്റീവ്. എനിക്ക് തോന്നുന്നില്ല ഇത് എൻ്റെ ജീവിതത്തിൽ നടക്കുന്നു, എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഈ ജോലി കിട്ടുമെന്ന്, എനിക്ക് തോന്നുന്നില്ല എൻ്റെ ലൈഫ് സക്സസ് ആവുന്നു, ഐ ഡോണ്ട് നോ വെദർ ഐ വിൽ ബി ഏബിൾ ടു ഗെറ്റ് ഇൻ ടു ദാറ്റ് യൂണിവേഴ്സിറ്റി, ഐ ഡോണ്ട് നോ ഹൗ മൈ ഫ്യൂച്ചർ വിൽ ബി. ഇങ്ങനെ നെഗറ്റീവ് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നറിയോ? യു ക്യാൻ ഡിസൈഡ് യുവർ ഫ്യൂച്ചർ. ചിലരുടെ കാര്യങ്ങൾ ഒത്തിരി ഡിലേ ആവും. എൻ്റെ ലൈഫിൽ ഞാൻ പറഞ്ഞില്ലേ, വചനം പഠിച്ചപ്പോൾ പറഞ്ഞൊരു ഐസയ 57:19 പറഞ്ഞു, ഐ ക്രിയേറ്റ് ദ ഫ്രൂട്ട് ഓഫ് യുവർ ലിപ്സ്. ദൈവം പറയുക, ഞാൻ നിങ്ങളുടെ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കുന്നു. സോ ദൈവത്തിൻ്റെ മക്കൾ ഒരു കാര്യം പറയാൻ വെയിറ്റ് ചെയ്തിരിക്കും, ദൈവം അതെന്ത് ചെയ്യും? സൃഷ്ടിക്കുമെന്ന്. അബ്രഹാം ഇത് ബാല്യക്കാരോട് പറയുക, എന്തുവാ പറഞ്ഞേ? നിങ്ങളിവിടെ നിൽക്ക്, ഞാനും എൻ്റെ ബാലരും പോയി യാഗം കഴിച്ച് മടങ്ങി വരാമെന്ന് പറഞ്ഞപ്പോൾ ദൈവം പറയാ, ഗുഡ് ജോബ് എബ്രഹാം, നീ അത് പറഞ്ഞില്ലേ, ഞാൻ ചെയ്യാം. ബിക്കോസ് എനിക്കറിയേണ്ടത് നീ ടെസ്റ്റിൽ കൂടെ പോകുമ്പോൾ നിൻ്റെ വായിൽ നിന്ന് എന്ത് വരുമെന്നാ. ബിക്കോസ് ഇത് കേട്ടോണ്ട് നിൽക്കുന്ന ഒരു പിശാചുണ്ട്, അവൻ്റെ മുഖം മാടും. ബിക്കോസ് വിശ്വാസം പറയുമ്പോൾ ദൈവത്തെ നമ്മൾ പ്രൗഡാക്കുക മാത്രമല്ല, നമ്മൾ പിശാചിനെ ജയിക്കുകയും കൂടെയാണ്. പക്ഷെ പലപ്പോഴും പിശാചിനെ ജയിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണെന്നറിയോ? പിശാചിന് ഇഷ്ടമുള്ളതാണ് നമ്മൾ പറയുന്നത്. പിശാചിന് ഇഷ്ടമുള്ളത് എന്നാ? സംശയം, പിന്നെ നെഗറ്റിവിറ്റി. ചിലരുടെ ഇടയ്ക്ക് നമ്മൾ സംസാരിക്കാൻ ഒരു പ്രാർത്ഥനാ വിഷയം പറഞ്ഞാൽ തന്നെ നമുക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റ് കിട്ടും. അത് പ്രതീക്ഷിക്കുകയൊന്നും വേണ്ട, നടക്കത്തില്ലെന്ന് പറയും. നമ്മളോർക്കും നമ്മൾ പ്രാർത്ഥന റിക്വസ്റ്റ് അല്ലേ, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ അവർ നമുക്ക് കുറച്ചും കൂടെ നെഗറ്റീവായ വേർഡ്സ് തരും. നമ്മൾ അത്രയും അങ്ങ് എന്താ പറഞ്ഞേ, ഡിപ്രസ്ഡ് ആയിപ്പോകും. പക്ഷേ ഞാൻ അന്ന് മനസ്സിലാക്കിയൊരു കാര്യം, നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മളെ എൻകറേജ് ചെയ്യുമെന്ന് ഡോണ്ട് എക്സ്പെക്ട്. ബട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ദാവീദ് ചെയ്തൊരു കാര്യം, ദാവീദ് തന്നെത്താൻ എന്ത് ചെയ്തു? ബലപ്പെടുത്തി. എങ്ങനെ തന്നെത്താൻ ബലപ്പെടുത്തുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഞാൻ പോസിറ്റീവായത് പറയുക. എപ്പോഴും അബ്രഹാം പറഞ്ഞെന്നറിയോ? എല്ലാ സാഹചര്യവും നെഗറ്റീവായിരുന്നു. ഇനി ഒരാളെയും കൂടെ പരിചയപ്പെടുത്തി ഞാൻ പെട്ടെന്ന് നിർത്താം. ഞാൻ ഈ വാക്യം വെച്ച് ഒത്തിരി സന്തോഷം. ഇനി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ആളാണ് എൻ്റെ ഫേവററ്റ്. ആരാന്നറിയോ? ലേഡീസിനൊക്കെ ഒത്തിരി സന്തോഷം തരുന്ന ഒരാളാണ് രൂത്ത്. രൂത്തിനെ കുറിച്ച് ഞാൻ ആ വചനം വായിച്ചപ്പം അവളുടെ വായിൽ നിന്ന് അവൾ പറഞ്ഞു, അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കുന്ന ദൈവം. നമ്മൾ പറയുന്നത് പോലെ ചെയ്യുന്നൊരു ദൈവമുണ്ട് നമുക്ക്, അതറിയാമോ? അധരങ്ങളുടെ ഫലം ദൈവം സൃഷ്ടിക്കും. പക്ഷെ ദൈവം വെയിറ്റ് ചെയ്യുക നമ്മൾ എന്താ പറയുന്നത്. ഓക്കെ, രൂത്തിനെ നവോമി പറയാം, നമുക്ക് നീ തിരിച്ചു പൊക്കൂ. ഓർപ്പയോടും പറയാം തിരിച്ചു പൊക്കോളാൻ. ഓർപ്പ കേൾക്കാൻ നോക്കിയിരുന്നു, എന്നാൽ ഞാൻ പോവാ. രൂത്ത് പക്ഷെ പോകാതെ ഇങ്ങനെ നിന്നപ്പം രൂത്ത് പറയുന്നൊരു വാക്കുണ്ട്. യെസ്, ഞാൻ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കാം. നമുക്ക് എല്ലാവർക്കും ഒന്ന് രൂത്തിൻ്റെ പുസ്തകം ഒന്ന് എടുത്ത്. രൂത്ത് 1:16 ഇങ്ങനെ പറയുന്നേ, നിന്നെ വിട്ടു പിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോൻ എന്നോട് പറയരുത്. ദാറ്റ്സ് ഗുഡ്. ഇനിയാണ് അവൾ വാ തുറന്ന് പോസിറ്റീവായത് അവളുടെ ഭാവിയെ നോക്കി പ്രവചിക്കുന്ന പ്രവചനം കേൾക്കണം കേട്ടോ. ഒരു ക്ലൂ ഇല്ല. ഞാൻ ചോദിക്കട്ടെ, ഈ ബേത്ലഹേമിലോട്ടുള്ള യാത്രയ്ക്ക് മുമ്പ് രൂത്തിൻ്റെ അടുക്ക ദൈവം ഡയറക്റ്റ്ലി വന്ന് സംസാരിച്ചോ? രൂത്തെ, നീ ചെല്ലുമ്പോൾ അവിടെ ഞാൻ നിനക്ക് വേണ്ടി ഒരു ബോവസിനെ ഒരുക്കും? വേണ്ട. നവോമി വല്ല ക്ലൂവും കൊടുത്തോ? Did Naomi told her that I have a cousin, his name is Boaz, I have a hope, if you come with me, maybe I can arrange your marriage? പറഞ്ഞോ?
പറഞ്ഞോ? ഒരു ക്ലൂവും കൊടുത്തിട്ടില്ല. അതായത് ഷീ ഈസ് ഗോയിങ് ടു ആൻ അൺസർട്ടനിറ്റി. ഒരു പ്രതീക്ഷയില്ലാത്തോടത്താണ് രൂത്ത് പോകുന്നത്. പക്ഷെ രൂത്ത് സെയിങ് സംതിങ്. ഞാൻ ഓർക്കാം, നവോമിയേക്കാൾ വിശ്വാസവും എനിക്ക് തോന്നുന്ന ഒരു ഡിക്ലറേഷനും പറഞ്ഞ വ്യക്തിയാണ് രൂത്ത്. ഷീ സോ പവർഫുൾ വുമൻ. മോവാബിയ സ്ത്രീയാ, ബൈബിളില്ല, ദൈവമായിട്ട് ബന്ധമില്ല. ബട്ട് നവോമിയിൽ കൂടി കേട്ട ആ ദൈവത്തെ അവൾ ഉള്ളിലേക്ക് സ്വീകരിച്ചിട്ട് അവൾ പറയുന്ന ഒരു വാക്കുണ്ട്, എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം. ആദ്യം പറയുന്ന കാര്യം, നീ പോകുന്നിടത്തേക്ക് ഞാനും പോകും. ബേത്ലഹേമിലേക്കാണോ? ഞാൻ വരുക. 2, നീ പാർക്കുന്നിടത്ത് ഞാൻ പാർക്കും. 3, നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. ഇനി അതിനെ ഞാനൊന്ന് ഡിവൈഡ് ചെയ്ത് പെട്ടെന്ന് പറയുക. നീ പോകുന്നിടത്ത് ഞാനും പോരും. വഴിയിൽ വെച്ച് എപ്പോൾ വേണേലും ഈ ഡിസിഷൻ എന്ത് ചെയ്യാം? മാറാം. പക്ഷെ ഇവള് ഡിസിഷൻ എടുത്തു, ഞാൻ വരും. നീ പാർക്കുന്നിടത്ത് തന്നെ ഞാനും പാർക്കും, എനിക്ക് വേറൊരിടം നോക്കണ്ട. നിന്റെ ജനം എൻ്റെ ജനം, അത് പറയാൻ ഇച്ചിരി ടഫാണ്. എന്താണെന്നറിയോ? രൂത്തിന് പറയാൻ എളുപ്പമാണ്, പക്ഷെ ജനം ഡിസൈഡ് ചെയ്യണം നിന്നെ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന്. അല്ലേ? മോവാബിയ സ്ത്രീയായ രൂത്തിനെ യഹൂദന്മാർ ഇസ്രായേൽ മക്കൾ അക്സെപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമാണോ? then how can you say this? രൂത്ത്, നിനക്ക് എങ്ങനെ പറയാൻ പറ്റും നിന്റെ ജനം എൻ്റെ ജനമെന്ന്? നിനക്കത് ചിന്തിക്കാം, ബട്ട് ദേ ആർ നോട്ട് ഗോയിങ് ടു അക്സെപ്റ്റ് യു. അടുത്ത വാക്ക്, നിന്റെ ജനം എൻ്റെ ജനമായി കഴിഞ്ഞിട്ട് രൂത്ത് പറയുക, അത് കഴിഞ്ഞ് പറയും നിന്റെ ദൈവം എൻ്റെ ദൈവം. ശരിക്കും ഇതല്ലേ ആദ്യം പറയണ്ടേ? പക്ഷെ അത് പറഞ്ഞില്ല. പക്ഷെ ദൈവം ഈ രൂത്ത് പറഞ്ഞതുപോലെ ചെയ്യാൻ തുടങ്ങി. ഇനി നിന്റെ ദൈവം എൻ്റെ ദൈവം എന്ന് പറഞ്ഞതിനകത്ത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. രൂത്തിന് ശരിക്കും പറഞ്ഞ യേശുക്രിസ്തുവുമായിട്ട് ഉള്ള ബന്ധം എന്തുവാ? പക്ഷേ പുതിയ നിയമത്തിൽ വരുമ്പോൾ രൂത്തിന് യേശുക്രിസ്തുവായിട്ട് ബന്ധമുണ്ടോ? എങ്ങനെ ആ ബന്ധം വന്നെന്നറിയോ? രൂത്ത് ചിന്തിച്ചോ, നാളെ ഭാവിയിൽ എൻ്റെ കൊച്ചുമകനായി അല്ലെങ്കിൽ ദാവീദിൻ്റെ മകനായി എൻ്റെ ദൈവം മനുഷ്യപുത്രനായി ഭൂമി വരുമെന്ന് ചിന്തിച്ചോ? ഇതൊന്നും രൂത്തിന് അറിയത്തില്ല. പക്ഷെ വാട്ട് ഷി സെഡ്, നിന്റെ ദൈവം എൻ്റെ ദൈവം എന്ന് പറയുമ്പോൾ ലിറ്ററലി ഇറ്റ് ഹാപ്പൻഡ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നിന്റെ ജനം എൻ്റെ ജനം. യഹൂദന്മാർ ഒരിക്കലും മോവാബിയരെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. But see, when Ruth declared her faith, her like ഒത്തിരി വിശ്വാസത്തോടെ രൂത്ത് പറഞ്ഞു, നിന്റെ ദൈവം എൻ്റെ ദൈവം, നിന്റെ ജനം എൻ്റെ ജനം. The moment she said, ദൈവം കുറിച്ചിട്ട്, രൂത്തെ എനിക്ക് ഇത്രയും വിശ്വാസമുള്ള ഒരാളെയാണ് വേണ്ടേ. നിന്നിൽ നിന്ന് അടുത്ത തലമുറ, ദാവീദിൽ നിന്ന് അടുത്ത തലമുറയായി യേശു ജനിച്ചിരിക്കും. ഒന്ന് ഓർത്ത് നോക്കി, ആ ലീനേജ് വന്നത് ആ പറഞ്ഞതുപോലെ നടന്നു. നിന്റെ ജനം എൻ്റെ ജനമെന്ന് രൂത്ത് പറയണമെങ്കിൽ ഞാൻ പറഞ്ഞ ജനം അക്സെപ്റ്റ് ചെയ്യണം. പക്ഷേ എങ്ങനെയാ ബോവസിൻ്റെ മനസ്സ് രൂത്തിലേക്ക് തിരിഞ്ഞത്? ആരെങ്കിലും അവിടെ പോയി രൂത്തിന് വേണ്ടി റെക്കമെൻഡ് ചെയ്തായിട്ട് കാണുന്നുണ്ടോ? നോ, നമ്മൾ കാണുന്നില്ല. പക്ഷേ ഗോഡ് ചേഞ്ച്ഡ് ബോവസ് ഹാർട്ട് ടുവേർഡ്സ് രൂത്ത്. രൂത്തിനോട് ഫേവർ കാണിക്കാൻ ബോവസിന് തോന്നി. ബോവസി എന്ന ജനത്തോട് തൻ്റെ ഈ വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ അവർക്കും രൂത്തിനെ അക്സെപ്റ്റ് ചെയ്യാൻ തോന്നുന്നു. വാട്ട് ഹാപ്പൻഡ് ഇൻ ഓൾ ദീസ് സിറ്റുവേഷൻസ്? എന്തുവാ പ്രവർത്തിച്ചെന്നറിയാമോ? രൂത്ത് വിശ്വാസം പറഞ്ഞു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ വിശ്വാസം പറഞ്ഞവരുണ്ട്. 1, രക്തസ്രാവക്കാരി സ്ത്രീ. ഞാൻ എന്ത് ചെയ്യും? അവിടത്തോളം ചെല്ലും, അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊടും, തൊട്ടാൽ ഞാൻ സൗഖ്യം പ്രാപിക്കും. ഞാൻ എൻ്റെ ജീവിതത്തിലെ ഒരു ടെസ്റ്റ് മണി പെട്ടെന്ന് പറയാം. ഞാൻ എൻ്റെ ലൈഫിൽ എപ്പോഴും, ഞാൻ പറഞ്ഞില്ലേ, കുറേ നാൾ കൂടി ചെയ്തൊരു കാര്യം, ഐ ഡിഡ് നോ ദാറ്റ് ദിസ് ഹാസ് പവർ. ഞാൻ പക്ഷെ പല കാര്യങ്ങൾ ഡിക്ലെയർ ചെയ്യാൻ തുടങ്ങി. ഇന്ന കാര്യം ഇങ്ങനെ നടക്കും, ദൈവം അതെനിക്ക് നടത്തി. ബിക്കോസ് ചുമ്മാ അങ്ങ് പറയുമല്ല, വാഗ്ദത്തം ലഭിച്ച വിഷയങ്ങളില്ലേ, ഇന്നത് നമ്മളോട് ദൈവാത്മാ വാഗ്ദത്തങ്ങൾ തരും, വചനത്തിൽ കൂടെ തരും, ദൈവദാസന്മാരിൽ കൂടെ ഒക്കെ നമ്മളോട് ദൈവാത്മാ സംസാരിക്കും. ഈ കേൾക്കുന്ന വചനങ്ങൾ ഞാൻ വചനം എഴുതിയിടുക മാത്രമല്ല, ഫ്രം ലാസ്റ്റ് 2 years ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് ഇറ്റ്. ഞാനിത് അങ്ങോട്ട് പറയാൻ തുടങ്ങി. ദൈവം എനിക്ക് തരും. അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞത്, എന്നോടൊരു വാഗ്ദത്തം ഉണ്ടായിരുന്നു, ഞാൻ നിനക്ക് 3ാമതൊരു ആൺകുഞ്ഞിനെ തരുമെന്ന്. ഈ 3ാമതൊരു ആൺകുഞ്ഞിനെ തരുമെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ചെയ്തൊരു കാര്യമുണ്ട്. എൻ്റെ മൂത്ത കുഞ്ഞിൻ്റെ ക്ലോത്ത്സ്, പെങ്കൊച്ച, അവളുടെ ക്ലോത്ത്സ് എല്ലാം ഞാൻ വിശ്വാസത്താ കൊടുത്തു. 2ാമത്തെ മോൻ്റെ ക്ലോത്ത്സ് ഒന്നും കൊടുത്തില്ല, വിശ്വാസത്താ വീട്ടിൽ വെച്ച്. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? എന്നും വയറാ കൈവച്ചിട്ട് പറയും, കർത്താവ് എനിക്കൊരു ആൺകുഞ്ഞിനെ തരാൻ പോകുന്നതിനായി സ്തോത്രം. ഇങ്ങനെ പറഞ്ഞ് ഐ സ്റ്റാർട്ടഡ് പ്രൊക്ലെയിമിങ്. അവൻ്റെ പേരൊക്കെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് നിർത്തുക, ഷോർട്ട് പറഞ്ഞാൽ. പ്രഗ്നൻ്റ് ആയ സമയത്ത്, കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രഗ്നൻസിൽ എനിക്കൊരു ഡോക്ടേഴ്സ് അപ്പോയിൻമെൻറ്റ് ഇല്ല, ചെക്കപ്പ് ഇല്ല, ഒന്നുമില്ല. ഡെലിവറിക്കാണ് ആദ്യമായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു ഡോക്ടർ എന്നെ കാണുന്നത്. ഡെലിവറി പെയിൻ വന്ന് ഡെലിവറിക്ക് ചെല്ലുമ്പോൾ. പക്ഷേ അതിന് മുമ്പ് എൻ്റെ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു, എത്ര ഉറപ്പുണ്ട് നിനക്ക് ഇത് ആൺകുഞ്ഞാന്ന്?
ഞാൻ പറഞ്ഞ ദൈവം വാഗ്ദത്തം പറയുകയും ചെയ്തു, ഞാനത് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. സോ ഐ സ്റ്റാർട്ടഡ് സേയിങ് ഇറ്റ്. വയറെ കൈവച്ചെന്ന് ഞാൻ പ്രവചിക്കാൻ തുടങ്ങി. എൻ്റെ ഉദരത്തിൽ നിന്ന് ജനിക്കാൻ പോകുന്ന ആൺകുഞ്ഞിനായി സ്തോത്രം, അവൻ്റെ പേര് യോവേൽ എന്നായിരിക്കും. ഞാൻ ഇങ്ങനെ അതങ്ങോട്ട് പറയാൻ തുടങ്ങി. പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, ദ മൊമെൻറ്റ് ഐ നോ ഇറ്റ് ഇസ് എ ബോയ്, എൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയുക, നൗ ഐ അണ്ടർസ്റ്റുഡ് ദ പവർ ഓഫ് യുവർ വേർഡ്. ഞാനത് ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യുക, ലാസ്റ്റ് മിനിറ്റ്. ഒറ്റ വാക്ക് എനിക്ക് പറയാനുള്ളൂ. ദിസ് ഇയർ നിങ്ങളുടെ ലൈഫിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നടക്കാത്ത വാഗ്ദത്തങ്ങളുടെ ഒരു കുറവ് എന്താണെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നത്. വാഗ്ദത്തം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ബട്ട് ആർ യു ഡൂയിങ് എനിത്തിങ്? നിങ്ങളൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നുണ്ടോ അതിന് വേണ്ടി? നമ്മൾ പറയും പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ പ്രാർത്ഥനയോട് കൂടെ തന്നെ പ്രഖ്യാപനവും ചെയ്യണം. എന്താണെന്നറിയോ, നിങ്ങളുടെ തലമുറകളെ കൈവച്ചിട്ട് യു ഹാവ് ടു സേ ദാറ്റ് എൻ്റെ കുഞ്ഞ് അനുഗ്രഹിക്കപ്പെടും. If they are not studying well, you have to say, എൻ്റെ പിള്ളേർ പഠിക്കും, അവർ നല്ല മിടുക്കരായി വരും, അവരുടെ ഭാവി ഞാൻ കാണും. നിങ്ങളുടെ രോഗമുള്ള ശരീരത്തെ നോക്കി യു ഹാവ് ടു പ്രൊക്ലെയിം, എൻ്റെ ഈ രോഗം മാറും. മനസ്സിലാവുന്നുണ്ട്? അതിനകത്ത് അടുത്തൊരാളാണ് എഹെസ്കേൽ 37 പറഞ്ഞത്. എഹെസ്കേൽ പ്രവചിച്ചു. ഏതിനെ നോക്കിയാ? ഉണങ്ങിയ അസ്ഥികളെ നോക്കി, ഏറ്റവും ഉണങ്ങിയിരിക്കുന്നതിനെ നോക്കി. There is no chances, there is no hope, but Ezekiel started prophesying. What happened when he prophesied? ദൈവം അവിടെ ക്രിയേറ്റ് ചെയ്തു. So that's what I said. Isaiah 57:19 says, I create the fruit of your lips. God is ready to create. Are you ready to proclaim your promises and your prophecies? Are you ready? So 2026 will be a life-changing year for you guys. Even all the young people, prophesy over your future. God is going to do great things. Thank you.